വെൽക്കം ടു മൂസി വേൾഡ്. അപ്പോൾ ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഓർത്തത് ഒരു മിനി വ്ളോഗ് ഒക്കെ എടുത്ത് തുടങ്ങാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ഞാനൊരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. വ്ളോഗ് എടുക്കാനുള്ള മെയിൻ കാരണം ഞാൻ പോകുന്ന പ്ലേസ് ആണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസിലോട്ടാണ് ഞാൻ ഈ പോകുന്നത്. അപ്പോൾ കാര്യമായിട്ട് വലിയ മേക്കപ്പ് ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ബ്ലഷ്, അങ്ങനെ ചെറിയ മിനിമൽ ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുള്ളത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ എടുക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. പിന്നെ ഒരു വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. വാച്ച് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും വാച്ച് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പെർഫ്യൂമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഗെറ്റ് റെഡി ഒക്കെ കഴിഞ്ഞു, നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ പോകുന്നത് സ്കൂട്ടിമേലാണ്. പോകുന്ന സ്ഥലം പറഞ്ഞില്ലല്ലോ, പോകുന്നത് കോട്ടയ്ക്കാണ്. അപ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കസിനും ഉണ്ട് കൂടെ. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോയിട്ടില്ല. കൂട്ടിന് ആരെങ്കിലൊക്കെ എനിക്ക് വേണം. ഒറ്റയ്ക്ക് പോകുന്നത് എന്തോ എനിക്കത് അറിയില്ല. അതൊരിക്കലും ഒരു നല്ല ശീലമല്ല. എപ്പോഴും നമ്മളെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്നില്ല. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണെന്നുള്ളത്. അപ്പോൾ വേറെ എവിടെയല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അവിടുത്തെ ഒരു സ്റ്റാഫാണ് എനിക്ക് ഫ്രെയിമിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇലക്ഷനും കാര്യമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു ഗൈസ്. ഒരു വിധത്തിലാണ് ബ്ലോക്കിൽ നിന്ന് ഒഴിവായത്. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാം. എനിക്ക് നേഴ്സ് ആവുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഡ്രീം ആയിരുന്നു നേഴ്സ് ആവുക എന്നുള്ളത്. അങ്ങനെ നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയി കയറി, എന്നിട്ട് അവിടെ തന്നെ ജോലി വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഞാൻ എൻ്റെ ജോലി റിസൈൻ വെച്ചത്. ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് അടിക്കലുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്ത് തന്നെ വന്നാലും നിങ്ങൾ നിങ്ങളെ ജോലി കളയരുത്. ജോലി വിട്ടിട്ട് ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. അപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കി നമ്മൾ പലതും ചെയ്യും, പക്ഷെ പിന്നീട് നമുക്ക് അതിലോട്ട് തിരിച്ചു വരാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലൊരു വേസ്റ്റ് ഡിസിഷൻ ഒരിക്കലും എടുക്കരുത്. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാഫ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഈവനിങ് ആയതുകൊണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ ഞാൻ അവിടുന്ന് കണ്ടു. എൻ്റെ ഫേവറേറ്റ് ഡോക്ടേഴ്സിനെ കണ്ടു. ഐ എം സോ ഹാപ്പി. പിന്നെ ഞങ്ങൾ സ്വന്തം ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നീട് അവിടുന്ന് ഇറങ്ങി. എത്ര പെട്ടെന്നോ അവിടുന്ന് സമയം പോയത്, എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും അവിടുന്ന് ഇറങ്ങി നേരെ പോയത്, എനിക്ക് കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. നേരെ പോയത് ഒരു പ്രിന്റ് എടുക്കുന്ന കടയിലേക്കാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ ഫ്രെയിം വർക്കിനും പ്രിന്റ് എടുക്കുന്നത് ഈ കടയിൽ നിന്നാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കട കാണുന്നത്. എനിക്ക് എല്ലാ പ്രിന്റും കാര്യങ്ങളും ചെയ്തിരുന്നിരുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. അങ്ങനെ കുറച്ചധികം വെയിറ്റ് ചെയ്ത് പ്രിൻ്റൊക്കെ കയ്യിൽ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. പുറത്തിറങ്ങിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ വീട്ടിലേക്ക് പോക്ക് അതില്ലല്ലോ. അതുകൊണ്ട് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എനിക്കുണ്ടല്ലോ, എനിക്കെന്നല്ല, ഏറെക്കുറെ ഗേൾസിൻ്റെയും ഒരാഗ്രഹങ്ങളിലൊന്നായിരിക്കും നൈറ്റുള്ള യാത്ര. അതായത് രാത്രി പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാത്രി പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞതൊന്ന് വേറെ തന്നെയാണ്. അപ്പം എന്നെപ്പോലെ ഇതുപോലെ നൈറ്റ് പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്ന് അറിയാനാണ് എന്നെപ്പോലെ ഈ പിരാന്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഏറെക്കുറെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവും. പക്ഷെ ആഗ്രഹങ്ങൾ കെട്ടിപ്പൊട്ടി വീട്ടിലിരിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഗേൾസിന്. എല്ലാവരുടെയും കാര്യമല്ല, ചില ഗേൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഉമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് വാങ്ങിച്ചു. പിന്നെ ഇവക്ക് മെഡിസിൻ എന്തോ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഫാർമസിൻ്റെ മുമ്പിൽ ഞാൻ പോസ്റ്റ് ആയിരുന്നു. അവിടെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മിറർ കണ്ടാൽ പിന്നെ അതിൻ്റെ മുമ്പിലിരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. കാര്യമായിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ല. ഞാനൊരു ലോഡഡ് ഫ്രൈസും അവൾ ബർഗറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫുഡ് എത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നെ കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ചാണ് ശീലം. അതുകൊണ്ട് ഒരു നേരം വെച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. അത് അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
സോറി ഗൈസ്, വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ഫോണിൽ ചാർജ് കഴിഞ്ഞ് ഫോൺ ഓഫായി പോയി. ഞങ്ങൾ വരുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല, വീഡിയോ ഓഫായി പോയി. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് വ്ളോഗ്. ഇതിപ്പോൾ ഈവനിങ് എന്ന് പറഞ്ഞെടുത്തിട്ട് നൈറ്റ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിങ്ങൾ അത് ആലോചിച്ച് ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വ്ളോഗൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർ പ്ലീസ് 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 ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, ബൈ.